നമ്മൾ 28 ലക്ഷം രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കും. 28? ആ, ഇത് പുതിയ എന്തോലുണ്ടപ്പോ? പുതിയത് നമുക്ക് ഇപ്പോൾ ഓൺ റോഡ് വരുമ്പോൾ ഈ ഒരു ഇത് വരുമ്പോൾ 45 ലാക്സ് ആ റേഞ്ചിൽ വരും. 45 ലക്ഷം റുപ്യയിലൊക്കെ മേലെ വെള്ള വണ്ടിക്കാണ് ഇത്രയും വില കുറഞ്ഞത്? കുറഞ്ഞു. ഈ ട്രെയിൽ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഈ സാധനങ്ങളുണ്ടോ നമ്മുടെ ഈ റാംഗ്ലറിലൊക്കെ കാണുന്ന അതേ ആ സാധനം അല്ലേ? കൊള്ളാട്ടോ. അതായത് അങ്ങേയറ്റം ഓഫ് റോഡിന് വേണ്ടിയിട്ട് വന്ന വണ്ടിയാ അല്ലേ? വെഹിക്കിളാണ്. ആകെ 6000 കിലോമീറ്റർ ആണ് വെഹിക്കിൾ ഓടിയിട്ടുള്ളൂ. വെറും 6000? വെറും 6000 കിലോമീറ്റർ ആണ് വെഹിക്കിൾ ഓടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വാറണ്ടിയും കൊടുക്കും അല്ലേ? വാറണ്ടി നമുക്ക് അതും കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പം എന്തായാലും എടുത്തുകൊണ്ട് പോകുന്ന ഒരാൾക്ക് ഒരു യൂസ്ഡ് ആണെന്നുള്ളൊരു ചിന്തയേ വേണ്ട. അടിപൊളിയായിട്ട് ഉപയോഗിക്കാം അല്ലേ? ശരിക്കും ഈ വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് ജീപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് വണ്ടിയാണ് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാലും അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സാധനമാണ് ജീപ്പ് എന്ന് പറയുന്നത് അല്ലേ? അതായത് ഇപ്പോൾ പണ്ട് മുതലേ നമ്മൾ പറയുമ്പോൾ നമ്മുടെ പഴയ ജീപ്പൊക്കെ വില്ലീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജീപ്പ് എന്ന് പറയുമെങ്കിലും ശരിക്കും ജീപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന സംഗതികൾ വാഹനങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ള വാഹനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കുറച്ചുകൂടി ഹൈ ലെവൽ വണ്ടികൾ വേറെയുണ്ട്. ഗ്രാൻഡ് ഷെറോക്കി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നമ്മുടെ റാംഗ്ലർ, അങ്ങനത്തെ ഒരുപാട് വണ്ടികളുണ്ട്. ഈ റാംഗ്ലർ എന്നൊക്കെ പറഞ്ഞ സാധനം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനാണെങ്കിലും ആ സംഭവം ഒന്ന് കണ്ടാൽ നോക്കി നിന്ന് പോകുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പിനാക്കിൾ ജീപ്പിലാണ്. അതായത് എറണാകുളം ജില്ലയിൽ ആലുവ മുട്ടം ആണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അതായത് മെട്രോൻ്റെ ഒരു പില്ലർ നമ്പർ 165ൻ്റെ നേരെ മുമ്പിലായിട്ട് വരുന്നതാണ് ഇവരുടെ ഷോറൂം എന്ന് പറയുന്നത്. എക്സാക്ട് സ്ഥലം മുട്ടമാണ്. ഇവിടെ ഇന്ന് വന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ എന്ന് പറയുന്നത് പുതിയ വണ്ടികളാണ്. അപ്പോൾ പുതിയ വണ്ടികൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ജീപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുതിയതായിട്ട് ഈ അടുത്ത് വന്നാണ് മെറിഡിയൻ എന്ന് പറഞ്ഞ വണ്ടി. അതിന് മുമ്പുണ്ടായിരുന്നായിരുന്നു നമ്മുടെ കോമ്പസ് എന്ന് പറയുന്ന സാധനം അല്ലേ? കോമ്പസ് എനിക്ക് തോന്നുന്നു ഒരുപാടധികം ആൾക്കാരുടെ ഫേവറേറ്റ് വണ്ടികളിലൊന്നാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് കോമ്പസിൻ്റെ ഒരു കളക്ഷൻ കാണിക്കാൻ വേണ്ടി വന്നതാണ്. പുതിയതല്ല, യൂസ്ഡ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ ഇവിടുന്ന് വാഹനം എടുത്തവരുടെ വാഹനങ്ങൾ തന്നെയാണ് ഈ കിടക്കുന്നതിൽ ഭൂരിഭാഗം വണ്ടികൾ. ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്തതും അതുപോലെ തന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നതെല്ലാം തന്നെ. അപ്പോൾ നല്ലൊരു ജീപ്പ് ബ്രാൻഡിൽ വരുന്ന കോമ്പസ് ആണെങ്കിലും മെറീഡിയൻ ആണെങ്കിലും വണ്ടികൾ ഇപ്പോൾ നിലവിൽ യൂസ്ഡ് ആയിട്ടുള്ള വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടുന്ന് ഒരു വാഹനം എടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ തന്നെ സ്വന്തം മുതലാണ്. അപ്പോൾ ഇവിടെ ഒരു വണ്ടി കയറുമ്പോൾ ഇവർ അതിന് മാത്രം അത് നോക്കി ചെക്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കംപ്ലൈൻ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതൊക്കെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ തീർത്ത് ഒരു പുതിയ കാർ നിങ്ങളിപ്പോൾ ഒരു പുതിയ കാർ കോമ്പസ് നിങ്ങൾ ഇവിടെ ഇറക്കിക്കൊണ്ട് പോകുന്ന പോലെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു യൂസ്ഡ് വണ്ടി കൊണ്ടുപോകാം. വാറണ്ടി കാര്യങ്ങളൊക്കെ തരും. അതുപോലെ തന്നെ ഇവരുടെ ചെക്ക് പോയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ള വണ്ടികളായിരിക്കും. വേറെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5-6 ജീപ്പ് കോമ്പസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മെറീഡിയൻ ഉണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ജീപ്പുകളൊക്കെ ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന കണ്ടീഷനിൽ ഇവിടെ ഉണ്ടല്ലേ ബ്രോ? റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് അല്ലേ? അതെ. പിന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താ പേരൊക്കെ എന്താ? എൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. ഞാനിവിടെ ഇവാലുവേറ്റർ പോസ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ വണ്ടീൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണ ഇവാലുവേറ്റർ കൂടെ ആകുമ്പോൾ നല്ലോണം അറിയാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ കിടക്കുന്നതൊക്കെ നമ്മൾ ഇവിടെ യൂസ്ഡ് വന്ന വണ്ടികളാണ് അല്ലേ? നമ്മുടെ ന്യൂ കാറായിട്ട് എക്സ്ചേഞ്ച് ചെയ്തേക്കുന്ന വണ്ടികളാണ് ഇത് മൊത്തം. ഭൂരിഭാഗം വണ്ടികളും നിങ്ങൾ വിറ്റത് തന്നെ ആയിരിക്കും അല്ലേ? അതെ. ഇവിടുത്തെ മെയിൻ ഡീലർ നിങ്ങളാണല്ലോ. അതെ. അപ്പോൾ എന്തായാലും നല്ല ഈ പറഞ്ഞ വണ്ടികളൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ നോക്കിക്കോ. ഈ ഒരു വണ്ടി മാത്രം നമുക്ക് ലാസ്റ്റ് പറഞ്ഞു കൊടുക്കാം അല്ലേ? ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. അധികം എനിക്ക് തോന്നുന്നു ഒരു ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധ്യതയില്ല അല്ലേ? ഒരു സ്പെഷ്യൽ സാധനമാണ്, നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുമെന്ന് തുടങ്ങാം. ഇതിപ്പോൾ മോഡലൊക്കെ ഏതാ? ഇത് 2018 മോഡൽ ഡീസൽ മാനുവൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഡീസൽ മാനുവലാണ്. ഡീസൽ മാനുവലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വെഹിക്കിൾ വരുന്നത്. കിലോമീറ്ററോ? 82,000 കിലോമീറ്റർ ആണ് വെഹിക്കിൾ ഓടിയിട്ടുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡാണ്? അതെ. സർവീസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്? ഇവിടെ നമ്മൾ ഷോറൂം കാക്കനാടാണ് സർവീസ് സെന്റർ വരുന്നത്. അതായത് ഇപ്പൊ ഒരു സംശയം ചോദിക്കേണ്ട കാര്യമില്ല, കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. എല്ലാം ജെനുവിൻ ആണ്. വണ്ടീന്റെ ഒക്കെ അവസ്ഥ എന്താ ബ്രോ? കംപ്ലൈന്റോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും? ഇപ്പൊ നിലവിൽ ക്ലച്ച് ഒക്കെ പുതിയ ക്ലച്ച് അയക്കുന്ന വെഹിക്കിളാണ്. ഇപ്പൊ റീസെന്റ് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്കുന്ന വെഹിക്കിളാണ്. അതെ. ഇനി വേറെ ഇപ്പൊ എന്തെങ്കിലും മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇതിൽ ഈ വെഹിക്കിളില്ല. അത് ഗ്യാരണ്ടി കൊടുത്തൂടെ നമുക്ക്? ഗ്യാരണ്ടിയാണ്. ഓക്കെ. ഒരു റീപ്ലേസ്മെന്റും ഇല്ല? അടിപൊളി. അപ്പോൾ ഈ ഒരു സാധനമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ കിട്ടാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങളുടെ നേരത്തോട് പോകുമ്പോൾ ധൈര്യമായിട്ട് കൊണ്ടുപോകും ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഷോറൂമിൽ നല്ല ഇറക്കി കൊണ്ടുപോകണം അല്ലേ? അതെ. പുതിയ കാർ ഡെലിവറി എടുക്കുന്ന പോലെ നമുക്കൊരു യൂസ്ഡ് കാറും ഡെലിവറി എടുക്കാം. പിന്നെ വേറെ കാര്യം, ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്താൽ യൂസ്ഡ് ആണോ മോഡൽ കൊണ്ട് മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ അതായത് 18 മോഡൽ ഡീസലില് ലോ കിലോമീറ്റർ മാനുവൽ എന്ത് വില ഉണ്ടാവും കൂടി പറ. നമ്മള്
9,90,000 രൂപയ്ക്ക് ഫൈനലായിട്ട് നമുക്ക് കൊടുക്കാം. 990. 990. ഈ പറയുന്ന പ്രൈസിൽ എന്തെങ്കിലും നെഗോഷിയേഷൻസ് ഉണ്ടാവോ? നമുക്ക് വന്ന് ഷോറൂമിൽ വന്ന് നമുക്ക് ഡയറക്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസിലും ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും 18 വണ്ടി നിങ്ങൾക്ക് 990, അതും ഡീസൽ മാനുവൽ വളരെ ലോ കിലോമീറ്റർ അല്ലേ? അതുപോലെ തന്നെ എന്താ സെയിം സാധനം വെള്ള കളറിലോടും കൂടി കിടപ്പുണ്ട്. ഇതാണെങ്കിലോ ഇത് 2017 മോഡലാണ്. ഇത് 17ആണ്. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ലോഞ്ചിറ്റ്യൂഡ് ആണ്. ഇത് കിലോമീറ്റർ 56,000 കിലോമീറ്റർ ആണ് വെഹിക്കിൾ ഓടിയിട്ടുള്ളത്. ഡീസൽ മാനുവൽ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വെഹിക്കിൾ വരുന്നത്. ഇത് വരുമ്പോ നമുക്ക് 9,85,000 നമുക്ക് കൊടുക്കാം. അതായത് 17 വണ്ടി അല്ലേ? 17 വെഹിക്കിളാണ്. അത് കുറച്ചുകൂടി ലോ കിലോമീറ്റർ ആയിരിക്കും. ബേസ് അല്ലല്ലോ, ബേസിന് തൊട്ട് മുകളിൽ വരും അല്ലേ? അത്യാവശ്യം മോശമൊന്നും ഇല്ലാത്ത ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 17 മോഡല്, സെക്കൻഡ് ഓണർ തന്നെയാണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതും ഈ പറഞ്ഞ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ക്ലീൻ വണ്ടി, ക്ലീൻ വെഹിക്കിൾ. പിന്നെ ഇപ്പൊ ഞാൻ കഴിഞ്ഞു ഇപ്പൊ ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന വണ്ടികളൊക്കെ മാക്സിമം നിങ്ങൾ ചെക്ക് ചെയ്ത് തന്നെയല്ലേ? നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വെഹിക്കിൾസ് എല്ലാം പർച്ചേസ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ വാറണ്ടിയും കൊടുക്കും അല്ലേ? വാറണ്ടി നമുക്ക് അതും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും എടുത്തോണ്ട് പോകുന്ന ഒരാൾക്ക് ഒരു യൂസ്ഡ് ആണെന്നുള്ള ഒരു ചിന്തയെ വേണ്ട. അടിപൊളിയായിട്ട് ഉപയോഗിക്കാം അല്ലേ? അടിപൊളി. അപ്പൊ എന്തായാലും 2 വെള്ള വണ്ടി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കറുപ്പാണ്. ഇത് ഏതാ മോഡല്? ഇത് 2019 മോഡല്, ഡീസൽ മാനുവല്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതായത് ഒരു മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും അല്ലേ? മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും. ഉണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പുഷ് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്ന വെഹിക്കിൾ ആണ്. 1,00,000 കിലോമീറ്റർ ആണ് വെഹിക്കിൾ ഓടിയിട്ടുള്ളത്. പുതിയ ടയറുകളാണ് വരുന്നത്. 4 പുതിയ ടയറാണ്. ഈ കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 1,00,000 ഓടി. മേജർ സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞേക്കുന്ന വെഹിക്കിളാണ്. സർവീസ് കാര്യങ്ങളൊക്കെ പക്കയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ ആ ഒരു കമ്പനി വന്ന സീറ്റൊക്കെയാണ്. മോശമില്ല അല്ലേ? സീറ്റ് അവർക്കൊന്നും ചെയ്ത അടിപൊളിയായി ഇത് നോർമലി ഇതില് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളാണ് കിടക്കുന്നത് അല്ലേ? ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് ഈ പറഞ്ഞ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 19 മോഡൽ സിംഗിൾ ഓണർ ഡീസൽ മാനുവൽ ആട്ടോ. ഡീസൽ മാനുവൽ ഇപ്പൊ 3ാമത്തെ വണ്ടിയല്ലേ കാണിക്കുന്നത്? 3ാമത്തെ വണ്ടി. ശരി, ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് പറയും? ഇത് വരുമ്പോ നമുക്ക് 10 lakhs ഫൈനൽ ചെയ്യാം. 10 ലക്ഷം രൂപ. അതായത് 990 രണ്ടെണ്ണം 10 ലക്ഷത്തിന് ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ? നെഗോസിയേഷൻ ഒക്കെ കഴിയുമ്പോൾ എല്ലാം ഏകദേശം ഒരേപോലെ. നല്ല വൃത്തിയുള്ള വണ്ടികളാട്ടോ, അതൊക്കെയാണ് മെയിനായിട്ട് പറയേണ്ടത്. എന്നാലും മോശമൊന്നുമില്ല, നിങ്ങൾ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് വരുമ്പോൾ 2018 മോഡൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 18 ലിമിറ്റഡ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വെഹിക്കിൾ വരുന്നത്. അടിപൊളി. 58,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ കംപ്ലൈന്റ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ലല്ലോ? ഇല്ല. പക്ഷെ മൈലേജ് ഉണ്ടാവില്ല അല്ലേ? മൈലേജ് ഏകദേശം എന്ത് കിട്ടും? ഒരു നമ്മൾ ബമ്പർ ടു ബമ്പറിൽ നമുക്ക് എങ്ങനെയായാലും ഒരു 11-12 ആ റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ് കിട്ടും. മോശമൊന്നുമില്ല കേട്ടോ. അതായത് വണ്ടീൻ്റെ ക്വാളിറ്റിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ. കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല പെട്രോൾ വണ്ടി ആകുമ്പോൾ. നല്ല അടിപൊളി ഇൻറ്റീരിയർ. ഇത് ടോർക്ക് കൺവെർട്ടർ അല്ലേ വരുന്നത്? ടോർക്ക് കൺവെർട്ടർ അടിപൊളിയാണ്. നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, മോശമൊന്നുമില്ല. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. ഈ പറഞ്ഞ പോലെ കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് ഉപയോഗിക്കാം അല്ലേ? ശരി, ഈ പെട്രോൾ ഓട്ടോമാറ്റിക് എന്ത് വിലയുണ്ട്? ഇത് വരുമ്പോൾ നമുക്ക് 11 lakhs വരും. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2018 മോഡൽ. 18 പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് വില കൂടുതലാണ്. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഡിമാൻഡ് കൂടുതലാണ് വെഹിക്കിൾ. പിന്നെ ആകെ 58,000 കിലോമീറ്റർ ആണ് വെഹിക്കിൾ ഓടിയിട്ടുള്ളത്. ഈ എറണാകുളം ഭാഗത്തേക്കൊക്കെ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് കുറച്ച് മാർക്കറ്റ് ഉണ്ടല്ലേ? ഉണ്ട്. കാരണം നമുക്ക് നിലത്ത് നിർത്താണ്ട് നമ്മൾ ഓടിക്കുക ചെയ്യും. അപ്പം മൈലേജാണ് വേണ്ടത്. അപ്പോൾ ഈ വലിയ ഓട്ടോ ഇല്ലാത്തവർക്കൊക്കെ ഈ പറഞ്ഞ നല്ലൊരു വണ്ടി എടുത്ത് ഉപയോഗിക്കാനൊക്കെ പറ്റും അല്ലേ? പറ്റും. ഓക്കെ, നെഗോഷ്യബിൾ അല്ലേ റേറ്റ് ഒക്കെ? നെഗോഷ്യബിൾ. വേറെ കാര്യം കൂടി ചോദിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഈ കാണിച്ച ഒരുവിധം വണ്ടിയൊക്കെ എല്ലാം ലോൺ കയറില്ലേ? പിന്നെ നമുക്ക് ലോൺ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വന്നാൽ വേറെ എങ്ങും പോകണ്ട, എല്ലാം ഇവിടെ തന്നെ. ഓക്കെ, അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഒരു വെള്ള വണ്ടി ഇത് ന്യൂ ഷേപ്പ് ആണല്ലോ? 2023 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വെഹിക്കിൾ വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഈ ന്യൂ ഷേപ്പിലാണ് കൂടുതലും ഡീസൽ ഓട്ടോമാറ്റിക് പിന്നെ വന്നത് അല്ലേ? അത് 23 മോഡലാണ് നമുക്ക് 4x2 ഡീസൽ ഓട്ടോമാറ്റിക് വന്നു തുടങ്ങി. 4x2 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അതായത് ന്യൂ ഷേപ്പ് വന്ന വണ്ടി കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുതിയ വണ്ടി തന്നെയല്ലേ? ഇത് ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിൾ ആണ്. ടയറൊക്കെ നോക്കി. ഇത് കിലോമീറ്റർ എത്ര ഓടി ഉണ്ട് ബ്രോ? ഇത് 62,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 62 ഓടി. ഓക്കെ, ഇത് നിങ്ങൾ ഡെമോ വണ്ടി എന്തെങ്കിലും? ഡെമോ വെഹിക്കിൾ. അടിപൊളി. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റീരിയർ ഒക്കെ അടിപൊളി. ടോപ്പ് എൻഡ് വെഹിക്കിൾ ആണ്. സീറ്റ് വെന്റിലേഷൻ, ഇലക്ട്രിക്കലി സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്ന ഒരു മോഡലാണ്. അതെ. നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ ആട്ടോ. അപാകതകളോ എന്തെങ്കിലും പറയാനുണ്ടോ ബ്രോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അതായത് പിന്നെ ഈ വേരിയന്റിൽ വന്ന വണ്ടികളിൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെന്ന് പറഞ്ഞു. കിലോമീറ്റർ 62 ഓടി അല്ലേ? ഓടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അപാകത ഇല്ലാന്ന് ഉറപ്പ്.
ഗ്യാരണ്ടി ചെക്ക് ചെയ്താണ്. ഓക്കെ, അപ്പോൾ 23 വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് എന്താ വില? ഇതിന്റെ റേറ്റ് നമുക്ക് ഫൈനൽ ആയിട്ടില്ല. എന്തായാലും കോൺടാക്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു പ്രൈസിൽ നമുക്ക് വെഹിക്കിൾ കൊടുക്കാൻ പറ്റും അല്ലേ? കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നാൽ വണ്ടി കാണുകയും ചെയ്യാമല്ലോ അല്ലേ? കാണുകയും ചെയ്യാം, ഡ്രൈവ് എടുക്കാം. ഒരു അടിപൊളി പ്രൈസിൽ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് കൊടുക്കൂലേ? കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ജസ്റ്റ് വണ്ടി ഇവിടെ വന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് പ്രൈസ് ഫൈനൽ ആവാത്തത്. അപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ സെയിം സാധനം ഓർഡർ കിടക്കുന്നുണ്ട്. ഇതാണെങ്കിലോ ഇത് 2023 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന വെഹിക്കിൾ ആണ്. ഇതും ഫുൾ ഓപ്ഷനാ? ഇതും ഫുൾ ഓപ്ഷൻ ആണ്. പക്ഷേ പെട്രോൾ ഓട്ടോമാറ്റിക് ആയിരുന്നുള്ളൂ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അതെ, ഇത് കംപ്ലൈന്റ് ഒക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ മൈലേജ് ഈ പറഞ്ഞ പോലെ തന്നെ 10 ഒക്കെ പ്രതീക്ഷ മതി അല്ലേ? ആകെ 6000 കിലോമീറ്റർ ആണ് വെഹിക്കിൾ ഓടിയിട്ടുള്ളൂ. വെറും 6000? വെറും 6000 കിലോമീറ്റർ ആണ് വെഹിക്കിൾ ഓടിയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും മതിയായോ? അതിൽ ആള് അബ്രോഡ് പോവാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ മൈലേജ് ലേശം കുറവാണ്. പക്ഷെ വണ്ടി അടിപൊളി വണ്ടിയാണ് അല്ലേ? കംപ്ലൈന്റ് വളരെ കുറവല്ലേ? കംപ്ലൈന്റ് തീരെ ഇല്ല തന്നെ പറയാം. അതെ അതെ അതെ. അപ്പോൾ എന്തായാലും വെറും 6000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ആ ടയറൊക്കെ നോക്കി പുതിയ ടയറും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ ഒന്നും ഈ പറഞ്ഞ പോലെ തന്നെ അത് ഫുൾ ഓപ്ഷൻ ആണല്ലേ പറഞ്ഞത്? ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. സീറ്റ് വെന്റിലേഷൻ ഉൾപ്പെടെ എല്ലാം വരും അല്ലേ? എല്ലാം വരുന്നുണ്ട്. അതായത് പെട്രോൾ ഓട്ടോമാറ്റിക്കലി 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ, നല്ല ക്ലീൻ പീസ്, ഒരു അപാകതയില്ലാത്ത വണ്ടി. ഇത് ഞാൻ ഇത് പുതിയ എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് പെട്രോൾ ഇപ്പൊ നിലവിൽ നമുക്കില്ല. അന്ന് നമുക്കൊരു 37 lakhs ഓൺ റോഡ് വന്നിരുന്ന 37 ലക്ഷം രൂപ വിലയുണ്ട് അല്ലേ? ഏകദേശം അല്ലേ? അല്ല, മാറ്റം ഉണ്ടാവും, ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ എത്രയ്ക്ക് കൊടുക്കുന്നത്? നമ്മളിതിപ്പോ 27 ലക്ഷത്തിന് ഫൈനലായിട്ട് നമുക്ക് കൊടുക്കും. 27 lakhs. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 10 ലക്ഷം രൂപ അങ്ങോട്ട് കുറഞ്ഞു അല്ലേ? ഏകദേശം. അതിൽ മോശമില്ലാത്തൊരു പൈസ നിങ്ങൾക്ക് കുറച്ച് കിട്ടും. ഈ പറഞ്ഞ പോലെ തന്നെ വെറും 6000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? അതും പുതിയ വണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ജീപ്പ് കോമ്പസിന്റെ സെക്ഷനിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു മെറിഡിയൻ കാണിച്ചു കൊടുക്കാം അല്ലേ? മെറിഡിയൻ എന്ന് പറയുമ്പോൾ കോമ്പസിന്റെ 7 സീറ്റർ ആണ് അല്ലേ? കുറച്ചുകൂടി വലിയ വണ്ടിയാണെന്നുള്ളൂ അല്ലേ? വലിയ വെഹിക്കിൾ ആണ്. ഫുൾ സൈസ് SUV എന്ന് വേണേൽ പറയാം. ഇത് മോഡൽ ഏതാ ബ്രോ? ഇത് 2023 മോഡല് ലിമിറ്റഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ വെഹിക്കിൾ ആണ്. 23 വെഹിക്കിൾ. 23 വണ്ടി അല്ലേ? ഡീസലാ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വെഹിക്കിൾ വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു ഫോർച്യൂണറിനെ ഒക്കെ ഒന്ന് കോമ്പറ്റ് ചെയ്യാൻ ഇറങ്ങിയ വണ്ടിയാണ്. അതെ അല്ലേ? പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് ലേശം ലക്ഷറി കൂടിപ്പോയി. അതായത് ഇന്ത്യയിലൊക്കെ നോക്കുക നിങ്ങൾ എന്തൊരു അതായത് അത്രയും ഫീച്ചേഴ്സ് ഉൾപ്പെടെ വരുന്ന വണ്ടിയാണ്. ശരിക്കും അന്നത്തെ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് വരുന്നത്. പ്രീമിയം സാധനം തന്നെയാ അല്ലേ? പ്രീമിയം വെഹിക്കിൾ ആണ്. അതായത് ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞല്ലോ. ഇത് കിലോമീറ്റർ 51000 കിലോമീറ്റർ ആണ് വെഹിക്കിൾ ഓടിച്ചത്. വെറും 51000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വീലൊക്കെ കമ്പനി കൊടുക്കുന്നതല്ലേ? കമ്പനി ഒറിജിനൽ വെഹിക്കിൾ. ശരിക്കും ഒരു ആഫ്റ്റർ മാർക്കറ്റ് വീല് പോലെ ഉണ്ടല്ലേ? ശരിക്കും വലിയ വണ്ടിയാണ് കേട്ടോ. വലിയ വെഹിക്കിൾ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 7 സീറ്റർ ആണ്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലേ? ഉണ്ട്. ശരി, ഇതിപ്പോ 23 അല്ലേ പറഞ്ഞേ? 2023 മോഡൽ. 23 കിലോമീറ്റർ സംതിങ് 50 സംതിങ് ഓടി. 51000 കിലോമീറ്റർ ആണ് വെഹിക്കിൾ ഓടിയിരിക്കുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ചെറിയ ആക്സിഡന്റ് ഉണ്ട്, ചെറിയ ക്ലെയിം അത്ര. അതായത് മേജർ ആയിട്ടൊന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റോ ക്ലെയിമുകളോ ഒന്നുമില്ല. ചെറിയ ബമ്പറൊക്കെ സ്ക്രാച്ച് അല്ലേ? അത് മാത്രമാണ്. ഇസ്റ്ററിയും പക്ക കൊടുക്കാം അല്ലേ? അല്ല, ഈസ്റ്ററിയും. ശരി, ഇത് ബമ്പൊക്കെ വില പറ. നമ്മൾ 28 ലക്ഷം രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കും. 28? ഇത് പുതിയ എന്തോലുണ്ടപ്പോ? പുതിയത് നമുക്ക് ഇപ്പോൾ ഓൺ റോഡ് വരുമ്പോൾ ഈ ഒരു ഇത് വരുമ്പോൾ 45 lakhs ആ റേഞ്ചിൽ വരും. 45 ലക്ഷം റുപ്യയിലൊക്കെ മേലെ വെള്ള വണ്ടിക്കാണ് ഇത്രയും വില കുറഞ്ഞത്. സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കുന്ന വെഹിക്കിളാണ്. പക്ഷെ അത് മുതലാട്ടോ. അതേ പറഞ്ഞാൽ 28 ലക്ഷം റുപ്യക്ക് ഒരു കുറ്റം പറയാനില്ല അല്ലേ? ഇല്ല. അതായത് ഈ പറഞ്ഞ പോലെ ആ കോമ്പസിന് കൊടുക്കേണ്ട അത്രയും പൈസ, ആ പൈസക്ക് തന്നെ നമുക്ക് ഇതും കിട്ടും. ഓക്കെ, അതെന്തായാലും മോശമില്ല കേട്ടോ. അതൊക്കെ എന്ന് പറയുമ്പോൾ ഈ പ്രീമിയം വണ്ടികളുടെ എല്ലാത്തിൻ്റെ അവസ്ഥ ഇതല്ലേ? എടുക്കുമ്പോഴേ വിലയുള്ളൂ. പിന്നെ ഒരു ഓണറങ്ങ് മാറിയാൽ പിന്നെ വില കുറഞ്ഞു. ഓക്കെ, വേറെ അപാകതയൊന്നുമില്ല ഉറപ്പല്ലേ? വേറെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തതുമാണ്? നമ്മളെല്ലാം ചെക്ക് ചെയ്ത് എടുത്തേക്കുന്ന വാറണ്ടിയും കൊടുക്കും അല്ലേ? വാറണ്ടി കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ മുതലൊന്ന് കാണിച്ചു കൊടുത്താലോ? നമുക്കത് കാണിക്കാം. അതായത് ആ ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ട് ഞാനും അധികം കാണാത്തൊരു വണ്ടിയാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഫസ്റ്റ് കിടക്കുന്ന ഈ ഗ്രേ കളർ നമ്മൾ കാണിച്ചില്ല, നിങ്ങളെ ലാസ്റ്റ് കാണിച്ചു തരാന്ന് പറഞ്ഞ സാധനമാണ്. അതായത് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇതിലൊരു ചെറിയ വ്യത്യാസം നമുക്ക് മനസ്സിലാവും അല്ലേ? അതായത് മറ്റ് കോമ്പസിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ മനസ്സിലാവുന്നതാണ്. അതായത് ഇതിന്റെ ബമ്പറിന്റെ ഒരു കോലവും അതിന്റെ ബമ്പറിന്റെ ഒരു കോലവും നിങ്ങൾ ശ്രദ്ധിച്ചോ? ശരി, എന്നാ പറ, ഇതിപ്പോ എന്താ സാധനം? ഇത് കോമ്പസിന്റെ ട്രെയിൽ ലോഗ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. ട്രെയിൽ ലോഗ്? അതെന്താ സംഭവം? അത് ലിമിറ്റഡ് എഡിഷൻ വെഹിക്കിൾ ആണ്. ഫുള്ളി ഓഫ് റോഡ് പർപ്പസിനായിട്ട് മാത്രം ബിൽഡ് ചെയ്യിക്കുന്ന ഒരു വെഹിക്കിൾ ആണ്. മോഡലോ? ഇത് 2019-20 രജിസ്ട്രേഷനിൽ വരുന്ന വെഹിക്കിൾ ആണ്. 19 മോഡൽ 20 വണ്ടിയാണ്. അതായത് ഈ ട്രെയിൽ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഈ സാധനങ്ങളുണ്ടോ നമ്മുടെ ഈ ട്രാങ്കുലറിലൊക്കെ കാണുന്ന ആ സാധനം അല്ലേ? കൊള്ളാട്ടോ. അതായത് അങ്ങേയറ്റം ഓഫ് റോഡിന് വേണ്ടിയിട്ട് വന്ന വണ്ടിയാണ് അല്ലേ? വെഹിക്കിളാണ്. ശരിക്കും ചെറിയ ഡിസൈൻ വൈസ് ചെറിയ മാറ്റങ്ങളെ ഉള്ളൂ എങ്കിലും ഇതിന്റെ എന്താ പറയാ, മൊത്തത്തിൽ സ്പെക്ക് അങ്ങ് മാറി അല്ലേ? സ്പെക്ക് മാറി. ഡീസൽ ഓട്ടോമാറ്റിക് 4x4 വെഹിക്കിൾ ആണ്. അതായത് അന്ന് ഇറങ്ങിയ
ഓട്ടോമാറ്റിക്കലി ആകെപ്പാട് ഈ സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് അന്നൊന്നും ഈ പറഞ്ഞ മോഡുകളൊന്നുമില്ല ഇതിനകത്ത്. സാൻഡ് സോം അങ്ങനെ റോക്ക് വേരിയന്റ് ഒക്കെ റോക്ക് മോഡൊക്കെ വരുന്ന മോഡലാണ്. അതെ അല്ലേ. അതായത് ഇതിൻ്റെ ഇന്റീരിയർ കണ്ടോ, നല്ല അടിപൊളി ഇന്റീരിയർ, നല്ല ക്ലീൻ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക് 4 വീലാണ്. പിന്നെ 4 ലോയും ഹൈയും ഒക്കെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. അടിപൊളി. അപ്പോൾ ഇത് ഈ ഒരു സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ് അല്ലേ? കൊള്ളാം. എന്തായാലും ഇതിന്റെ ആ ഒരു ഡിസൈൻ ആണെങ്കിലും രസമുണ്ട്. ഇറങ്ങിയ സമയത്ത് എത്ര ഏകദേശം 37 ലക്ഷം രൂപ വില ഉണ്ട്. 37 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് 2019 മോശം വില. ഇതിപ്പോ 19 കിലോമീറ്റർ എത്ര ഓടി ഉണ്ട്? 51,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 51 കിലോമീറ്റർ ആണ് അത്ര ഓടിയുള്ളൂ അല്ലേ? അത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഡീസലാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അതായത് ഈ പറഞ്ഞ സാധനം കൊണ്ട് നിങ്ങൾക്ക് സാധാ ഒരു ജീപ്പ് കോമ്പസ് കൊണ്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ 4 ഇരട്ടി ഇതുകൊണ്ട് ചെയ്യാം. കുറച്ചുകൂടി കേപ്പബിൾ ആണ്. അത്രേ ഉള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ശരി, എന്ത് വിലയുണ്ട് ഇപ്പൊ? ഇത് വരുമ്പോൾ നമുക്ക് 18.5 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ ചെയ്യാം. 18.5 ലക്ഷം രൂപ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആകെപ്പാട് ഒരു 10-20 വണ്ടിയെ മാക്സിമം കുറച്ച് വണ്ടികളാണ് കേരളത്തിലുള്ളൂ. കേരളത്തിൽ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അധികം ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കണ്ടോർ ഇഷ്ടം പോലെ ഉണ്ടാവും, ഇല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും 18,50,000 രൂപ. അതെ, ഈ സാധനത്തിൽ ഇത് കോമ്പസ് അടിപൊളി. അത് ഈ സ്പെഷ്യൽ വേരിയന്റ് ആണ്, സ്പെഷ്യൽ സാധനമാണ്, അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് കേട്ടോ. നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ ബ്രോ? എന്തായാലും എടുക്കുന്നത് വേർത്താണ് ഇത് വെഹിക്കിൾ. പൈസ നെഗോഷ്യബിൾ ആവൂലേ? മാക്സിമം കുറച്ച് കൊടുക്കാം, ചെയ്യാം. അടിപൊളി. അപ്പോൾ എന്തായാലും എന്താ ഇതൊക്കെ വേണ്ടവർ നോക്കിക്കോ നിങ്ങൾ. ഈ ഒരു അവസരം കളയണ്ട കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല കോമ്പസ് വേണ്ടവർ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന പോലെ എടുത്തുകൊണ്ട് പോകാം. യൂസ് ചെയ്യാറും അല്ലേ? അതെ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പിനാക്കിൾ ജീപ്പിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലേ? എറണാകുളം ജില്ലയിൽ ആലുവ മുട്ടമാണ് എക്സാക്ട് ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നിലവിൽ ഉള്ള ജീപ്പ് കോമ്പസും ഒരു മെറീഡിയനും അതാണ് നമ്മൾ കാണിച്ചത്. അതെ, നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാം. എന്തായാലും കൊടുക്കും. സെറ്റ് ചെയ്യാം. ഓക്കെ, വണ്ടീന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി അല്ലേ? വണ്ടി എല്ലാം ഗ്യാരണ്ടിയാണ്. ഒരു ആളും കുറ്റം പറയില്ല. ഉറപ്പാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഒരു കാര്യം നമുക്ക് പറയാൻ മറന്ന ഒരു കേസുണ്ട്. അതായത് ഈ സംഭവം എല്ലാ മാസവും 15-ാം തീയതി നമുക്കൊരു 1 ഡേ ബിഗ് സെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് ഉണ്ട്. ആ ടൈമിൽ നമുക്ക് കുറച്ചുകൂടി വെഹിക്കിൾസ് അവൈലബിൾ ആയിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വാഹനമുണ്ട്, ഒരു ജീപ്പ് ഉണ്ട്, കോമ്പസ് ഏതായാലും അല്ലേ, നിങ്ങളുടെ അടുത്ത് ഒരു വാഹനം കൊടുക്കാനുണ്ട്. ജീപ്പ് ബ്രാൻഡ് ആയിരിക്കണം കേട്ടോ. അതെ, അങ്ങനെ ഒരു വാഹനം കൊടുക്കാനുണ്ടെങ്കിൽ ഈ എല്ലാ മാസവും 15-ാം തീയതി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വാഹനം ഇവിടെ പാർക്ക് ആൻഡ് സെയിൽ തരാം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൈസ് പറയാം, നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എന്തൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് വണ്ടികൾ ഒരുമിച്ച് ഉണ്ടാവും അല്ലേ? ആ ഒരു 15-ാം തീയതി. അപ്പോൾ ഇവരുടെ ഷോറൂമിൽ വന്നാൽ യൂസ്ഡ് കാറ്റഗറിയിൽ വിൽക്കാനുള്ള കുറേയധികം വണ്ടികൾ ഇവിടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്, അവർ വിളിക്കും. ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ വേണം അയച്ചു കൊടുക്കുമോ? എല്ലാം അയച്ചു കൊടുക്കും. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയച്ചു കൊടുക്കും. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും മൈൻഡപ്പ് ചെയ്താലോ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. ഇനിയിപ്പോൾ അടുത്തൊരു കുറേയധികം വണ്ടികളൊക്കെ സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം അല്ലേ? വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.